ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജനറൽ നോളജുകളാണ്. മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ആവരണം പെരിക്കാർഡിയം. മനുഷ്യ ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണുന്ന ആവരണം പ്ലൂറ. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാലയം. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ്. താറാവിൻ്റെ മുട്ട വിരിയാൻ എത്ര ദിവസം വേണം? 28. കാടമുട്ട വിരിയാൻ എത്ര ദിവസം വേണം? 18. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ലോഹം കാൽസ്യം. കേരളത്തിലെ പക്ഷികൾ എന്ന പക്ഷി നിരീക്ഷണ ഗ്രന്ഥം രചിച്ചത് ഇന്ദുചൂടൻ. ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ എന്ന പക്ഷി നിരീക്ഷണ ഗ്രന്ഥം രചിച്ചത് സലീം അലി. താണ്ട് വേരുകളുള്ള ഒരു സസ്യം ആൽമരം. പൊയ്ക്കാൽ വേരുകളുള്ള ഒരു സസ്യം കരിമ്പ്. സസ്യങ്ങളിൽ അന്നജ നിർമ്മാണ സമയത്ത് സ്വീകരിക്കപ്പെടുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. സസ്യങ്ങളിൽ അന്നജ നിർമ്മാണ സമയത്ത് പുറന്തള്ളപ്പെടുന്ന വാതകം ഓക്സിജൻ. റബ്ബർ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. കശുമാവ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. മരച്ചീനി ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. പുളി ഇന്ത്യയിൽ കൊണ്ടുവന്നത് അറബികൾ. കൈതച്ചക്ക ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ മലയാളി ഷൈനി വിൽസൺ. ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ കപിൽ ദേവ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ലാല അമർനാഥ്. ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ചിൽക്ക. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം സാമ്പാർ. ഷഡ്പദങ്ങളുടെ വിസർജന അവയവം മാൽപീജിയൻ ആളികൾ. ഷഡ്പദങ്ങളുടെ ശ്വസന അവയവം ട്രക്കിയ. ലോകത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സിരിമാവോ ഭണ്ഡാരനായകെ. ലോകത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റ് മറിയ എസ്റ്റേല പെറോൺ. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.